അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിയിലോട്ട് പോകുമ്പം കണ്ടിന്യൂറ്റിയിലെ ഒരു പാറ്റേൺ ഇതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു ആർ ടു ആർ, റിയൽ നമ്പർ ടു റിയൽ നമ്പറാണ്, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ എന്താ? കെ എക്സ് പ്ലസ് ഒന്നുണ്ട്, എക്സ് എന്താണ്? പൈ ആണ്. ഇവിടെ ഒരു സംഖ്യ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഈ കണ്ടിന്യൂറ്റിയിൽ എപ്പോഴും കാണുന്ന സംഭവം ഈ ഒരു രീതിയിലായിരിക്കും. ഒരു ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുണ്ടാവും, പിന്നെ ചിലപ്പം വേറെയും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ കാണും ഒരു പൈ അല്ലെങ്കിൽ ഒരു നമ്പറോ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ കെ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ കാണാനാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ കെ കാണാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. കണ്ടിന്യൂറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്ന ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റിയിൽ തരുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് താഴെ വേറെയും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. കെയുടെ വാല്യൂ കാണാനാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, എഫ് ഈസ് കണ്ടിന്യൂസ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ കാണാനാണ്. നിങ്ങൾ ആ തന്ന രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഈക്വലാന്നങ്ങ് പറയാം. കെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു കോസ് എക്സ്. എന്നിട്ട് അവിടെ സൈഡിലൊരു വാല്യൂ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അത് പൈ ആണ്, മനസ്സിലായില്ലേ? എക്സിന് സൈഡിൽ എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, പൈ. അപ്പോൾ അത് ഇതിലങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, അവിടെ തന്ന രണ്ട് ഫംഗ്ഷനുകൾ ഈക്വലാന്ന് പറയുക. എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുക്കുക, കെ ഇൻറ്റു എക്സിന് പൈ എന്ന് ഇട്ട് കൊടുക്കുക. പ്ലസ് 1 ഈസ് ഈക്വൽ ടു കോസ് പൈ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? പൈ കെയും പൈയും ഗുണിച്ചാൽ അതോടെ നിന്നോട്ടെ, കെ പൈ പ്ലസ് 1 ഈക്വൽ ടു കോസ് പൈ എന്ന് പറഞ്ഞാൽ അത് കാണാതെ അറിയണം. കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് ട്രിഗ്നോമെട്രിയിലെ വാല്യൂ ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. കോസ് പൈ, കോസ് 180, പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. കോസ് 180 -1 എന്ന് പറഞ്ഞു തരും. ഇനി കെ പൈ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ പ്ലസ് 1നെ നമുക്ക് കെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് മാറ്റുക. പ്ലസ് 1നെ അങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെ ഓൾറെഡി ഇവിടെ -1 ഉണ്ട്, ഈ പ്ലസ് 1 അങ്ങോട്ട് മാറുമ്പോൾ -1 ആവും. അപ്പോൾ കെ പൈ ഈസ് ഈക്വൽ ടു -2 എന്നാവും. ഇനി കെ അല്ലേ കണ്ടുപിടിക്കണം, അപ്പോൾ പൈയിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കെ ഇൻറ്റു പൈ ആണ്, അപ്പോൾ ഇൻറ്റു ഉള്ളത് അപ്പുറത്ത് പോകുമ്പോൾ അടിയിൽ പോകും. അപ്പോൾ -2/π ആണ് കെ. പക്ഷേ ആക്ച്വലി ഇപ്പോൾ ഇത് 2 മാർക്കിനെയൊക്കെ 3 മാർക്കിനെയൊക്കെ കെയുടെ വാല്യൂ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതണം. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു lim x tends to a plus f of x is equal to f of a. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കെ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ കെ പൈ പ്ലസ് 1. ഇനി അതിന് എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. എക്സിന് പൈ എന്നിട്ട് കൊടുക്കുക, കെ പൈ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ കെ പൈ പ്ലസ് 1. ഇനി RHL ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ, അത് കോസ് എക്സ് ആണ് അവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു -1 എന്ന് കൊടുക്കും, കോസ് പൈ എന്ന് കിട്ടും. കോസ് പൈ -1 ആണ്. ഇനി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LHL ഉം RHL ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കെ പൈ പ്ലസ് 1 -1 ആണ് ഇത് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കും. അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ആ ട്രിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ എത്ര മാർക്കിനാണ് വന്നത്? 2 മാർക്കിനാണ്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ കെ എക്സ് പ്ലസ് 1 2 ഫംഗ്ഷൻ ഉണ്ട്, സംഖ്യ 5 ആണ്. അപ്പം നിങ്ങളത് ചെയ്യുന്ന 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേ മെത്തേഡ് ഇതിനകത്ത് മെത്തേഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അങ്ങോട്ട് കിട്ടില്ല 2നും ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതിന് നിങ്ങൾ എഴുതേണ്ട കാര്യം, ചോദ്യം ഇതാണ്. ചോദ്യം എപ്പോഴും ഇങ്ങനെയാണ് തരിക. ഒരു 2 ഫംഗ്ഷൻ ഉണ്ടാകും. ഒന്ന് അവിടെ തന്നിരിക്കുന്നത് കെ എക്സ് പ്ലസ് 1 ആണ്, മറ്റൊന്ന് തന്നിരിക്കുന്നത് കോസ് എക്സ് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഈ എക്സ് എന്താണ്? പൈയിനേക്കാൾ ചെറുതാണ്. ഇനി അടുത്തതോ എക്സ് അടുത്ത കേസിൽ പൈയിനേക്കാൾ എന്താണ്? വലുതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എഴുതുന്ന ഒരു രീതിയുണ്ട്. കെ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് ഇതിങ്ങനെയാണ്. lim x tends to a minus f of x equal to lim x tends to a plus f of x equal to f of a. ഇതാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്ന് എഴുതേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സംഖ്യയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് ഫംഗ്ഷൻ ഈക്വൽ ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, ഇത് കൂടുതലാണ്, അപ്പോൾ പ്ലസ് ഫംഗ്ഷനാണ്, ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് എഴുതുന്നത് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷനാണ്. ഇതങ്ങ് കാണാതെ പഠിച്ച് എഴുതി വെക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ച്. ഇതങ്ങ് കാണാതെ പഠിച്ച് ആദ്യം എ മൈനസ്, പിന്നെ എ പ്ലസ്, പിന്നെ എഫ് ഓഫ് എ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, അവിടെ ആ സംഖ്യ എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കേണ്ട സംഖ്യയാണ്, അതിവിടെ പൈ ആണ്. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു പൈ മൈനസ് എന്നാണ് വരിക. അപ്പം പൈ മൈനസ് എന്ന് പറഞ്ഞാൽ പൈ നമ്മുടെ സംഖ്യ ചെറുതാണ്. ഈ ആരോ ഉള്ളത് നോക്കാം, ചെറുതാണ്. എക്സിന് വാ അടഞ്ഞത്, അതിൻ്റെ അടുത്തേക്ക് വാ അടഞ്ഞിരിക്കുന്നത് നോക്കാം. അതാണ് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ. മൈനസ് എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ്, എക്സ് കുറവ് എന്നാണ്. പൈ ആണ് വലുത്, എക്സ് കുറവാണ്. അപ്പോൾ എക്സ് ടെൻസ് ടു പൈ മൈനസ്, എക്സ് കുറവാണ്. അപ്പം ആ ഫംഗ്ഷൻ എന്താണോ അതാണ് അവിടെ എഫ് ഓഫ് എക്സിന് പകരം അതാണ് എഴുതേണ്ടത്. ഈക്വൽ ടു, ഇനി അടുത്തത് എന്താ, ലിം എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംഖ്യ ഏതാ, പൈ പ്ലസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംഖ്യയാണ്, പൈ പ്ലസ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് കൂടുതലാണ് എന്നുള്ളതാണ്. എക്സ് പ്ലസ് അല്ലേ, പൈ പ്ലസ് അല്ലേ, കൂടുതലാണ്. അപ്പോൾ ഈ ആരോ വരുന്നത് വേണം നോക്കാൻ. ആ ഫംഗ്ഷനാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഈക്വൽ ടു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഇത് രണ്ടും നിങ്ങൾ ഫസ്റ്റ് എഴുതിയാൽ മതി. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും നിങ്ങൾ അതിനകത്ത് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ ഇതിനകത്ത് ഇത് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി എക്സിന് എന്ത് ചെയ്യുക, പൈ കൊടുക്കുക. പൈ കൊടുത്തിട്ട് അങ്ങോട്ട് എഴുതുക. ഇവിടെ കെ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാനാണ് പറഞ്ഞത്, പൈ കൊടുക്കാനാണ്. അപ്പോൾ കെ എക്സ് പ്ലസ് 1 എന്നുള്ളത് കെ പൈ പ്ലസ് 1 എന്നാകും. ഇവിടെ കോസ് എക്സ് എന്നുള്ളത് എക്സിന് എന്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പൈ കൊടുക്കാനാണ്. അപ്പം കെ ഇൻറ്റു പൈ പ്ലസ് 1 ഈക്വൽ ടു കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം കെ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു പൈ ഈക്വൽ ടു -1 അവിടെ ഉണ്ട്. ഈ +1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആവും. അപ്പം കെ ഇൻറ്റു പൈ എന്ത് വരും, ബാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. കെ ഇൻറ്റു പൈ എന്ത് വരും, -2 എന്ന് വരും. അപ്പം കെ എന്ത് വരും, ഇൻറ്റു പൈ അല്ലേ, ഈ ഇൻറ്റുവിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അടിയിലാവും, -2/π എന്ന് വരും. അപ്പം ഇതിനകത്ത് 2 മാർക്കാണ് പൊതുവേ ചോദിക്കാറുള്ളത്. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും.